ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നല്ലൊരു ഉറക്കം ഇങ്ങനെ എണീച്ചപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ ബക്കാലിൽ പോയിട്ട് സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാന്ന് കൊണ്ട് പോകണം. അപ്പോൾ ഇന്നൊരു ടാസ്ക്കാണ്. ഇന്ന് ഞാൻ നടന്നു പോകാന്ന് വിചാരിച്ചു. ഞാൻ അല്ലെങ്കിൽ സാധാരണ ഞാൻ വണ്ടി എടുത്തിട്ടാണ് പോകാറുള്ളൂ. ഇന്ന് ഞാൻ നടന്നു പോകാന്ന് വേണ്ടിയിരിക്കും. സാധാരണ ഞാൻ നടക്കാത്തൊരു വ്യക്തിയാണ്. ഞാൻ നടന്നിട്ട് തന്നെ കുറെ കാലമായി. അപ്പോൾ ഇപ്പം ഇന്നൊരു ടാസ്ക്കായിട്ട് ഏറ്റെടുത്തിരിക്കും. ഇത് ഞാൻ വന്ന സമയത്ത് കെട്ടാൻ തുടങ്ങിയ വീടാണ്. ഇപ്പം ഞാൻ വന്നിട്ട് 2 വർഷമായി. എന്നിട്ട് ആ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഈ വണ്ടി ഒന്ന് നാട്ടിലേക്ക് ഇറക്കിയാലോ? GMC അടിപൊളിയായിരിക്കില്ലേ? നാട്ടുകാരനെയും വീട്ടുകാരുടെ ഉമ്മർത്തൊക്കെ കുറച്ച് ഷോ ഒക്കെ കാണിക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് നിസാൻ ഇറക്കാം. എന്നാലും ഒരു ഗുമ്മുണ്ടാവുള്ളൂ. നിസാൻ ഇറക്കി സീനാക്കാം. ഞാൻ അവിടെ നിന്ന് നടന്നിട്ട് ആ 250 മീറ്റർ എത്തിയിട്ടുള്ളൂ. അപ്പോഴേക്കും എനിക്ക് കാല് വായിക്കാൻ തുടങ്ങി. ഇനി നടന്ന് ശരിയായിട്ട് എന്നിട്ട് നടന്നു. നമ്മൾ വിട്ടുകൊടുക്കില്ല. നമ്മുടെ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ നേരെ നടന്ന് അപ്പോൾ നോക്കുമ്പോൾ ഒരു വീട്, പുതിയ വീട് വന്നാണ്. ഞാൻ ഈ വീടൊന്നും കണ്ടിട്ടേ ഇല്ല. ഞാൻ ഈ വഴിയൊക്കെ പോകാറുണ്ട്. ഞാൻ ശ്രദ്ധിക്കാത്തൊരു വ്യക്തിയാണ്. നടന്നു പോകുമ്പോഴാണ് ഈ കാഴ്ചകളെല്ലാം ശ്രദ്ധിക്കുന്നത്. ഇവിടുത്തെ എല്ലാം അങ്ങനെ ഏകദേശം ഒരു 500 മീറ്റർ കഴിഞ്ഞു. ടോട്ടൽ 1.5 കിലോമീറ്ററിന്റെ അടുത്തുണ്ട് ദൂരം. 1.5 കിലോമീറ്ററിന്റെ അടുത്തുള്ളൂ. എനിക്ക് കറക്റ്റായിട്ടല്ല, 1.5 കിലോമീറ്റർ എന്തായാലും മാക്സിമം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബക്കാലിന്റെ ഉമ്മറത്തെത്തി. ഇപ്പോഴാണ് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. നേരെ പോയിട്ട് ഫ്രിഡ്ജിൽ പോയി ഐസ്ക്രീം ആദ്യം ഒന്നെടുത്ത്, പിന്നെ ഒരു പെപ്സി, പിന്നെ ഒരു ബിസ്ക്കറ്റ്. അങ്ങനെ ഐസ്ക്രീം എടുത്തത് ഓറഞ്ചിന്റെ ഒരു ഫ്ലേവറാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ സാധനം ഫസ്റ്റ് ആയിട്ടാണ് തിന്നണേ ഞാൻ. അപ്പോൾ അത് എങ്ങനെ തിന്നുകയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പൊട്ടിച്ച് ഞാൻ നോക്കുമ്പോൾ നാവ് അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്നില്ല. സാധനം അടിയിലായിരുന്നു. പിന്നെയാണ് അതിൻ്റെ ട്രിക്ക് മനസ്സിലായത്. അടി പിടിച്ച് അമർത്തിയാലേ പൊന്തി വരുള്ളൂ. അങ്ങനെ അതും തന്നെ നടന്ന് കുറച്ച് പേര് നടന്ന് ഏകദേശം അടുത്ത് ബക്കാലിൻ്റെ കുറച്ചെടുത്ത്. പിന്നെ എനിക്ക് നടക്കാൻ വയ്യ. എൻ്റെ കാലൊക്കെ കുഴഞ്ഞു. ഞാൻ നടക്കാത്തൊരു വ്യക്തിയാണ്. ഞാൻ നടക്കുകയില്ല. ലാസ്റ്റ് എൻ്റെ വണ്ടി ഇവിടെ നിൽക്കണം കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. വെറുതെ വണ്ടി എടുത്തിട്ട് പോയാൽ മതി. വെറുതെ ടാസ്ക് ഒക്കെ ഏറ്റെടുത്തിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ നടന്ന് ഞാൻ റൂമെത്തി. ഇനി ഞാൻ കുറച്ചേരം ഇരിക്കട്ടെ. ബൈ ബൈ.